ഗൈസ് വെൽക്കം. ഇന്ന് ജിമ്മ് കഴിഞ്ഞു, പത്രം കഴിഞ്ഞു, ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എന്നിട്ടാണ് വീഡിയോ എടുക്കണത്. വീഡിയോ എടുക്കാൻ ഇല്ല, എന്തോ വേദനയുണ്ട്. കൈയും കാലൊക്കെ വേദനയുണ്ട്. പനിയോ ജലദോഷം എന്തോ വരുന്നുണ്ട് സംഭവം. അപ്പോൾ കോഴ്സിന് പോകാൻ റെഡി ആയി നിൽക്കണം ഗൈസ്. കോഴ്സിന് പോവാം. നേരമായി, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. നിങ്ങൾക്ക് ചെറിയ വീഡിയോ ആയിരിക്കും, ഉറപ്പാണ്. ഞാൻ വീഡിയോ എടുക്കാനൊരു മൂടില്ല. യെസ് ഗൈസ്, നമുക്ക് പോവാം. ഗൈസ്, നമ്മൾ ഇവിടെ എത്തി. ഇനി ഇത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഞാൻ ഒരു ബസ്സിൽ കയറിയതാണ് കേട്ടോ. ഓലം തിരക്ക്, റമ്മ തിരക്ക്. ഇതിലേക്ക് എങ്ങനെയൊക്കെ കുട്ടികൾ പോകേണ്ടതാവോ? കുട്ടികളാണ് മൊത്തം. ഞാൻ അങ്ങനെ കുട്ടികളെ കയറിയിട്ടില്ല. എൻ്റെ പേരെ എടുത്തതുണ്ട്, സ്കൂളിൻ്റെ എടുത്തതുണ്ട്. ഇതിങ്ങോട്ട് പോരാൻ തിരക്കേ. ഞാൻ അടുത്ത സ്റ്റോപ്പിൽ തന്നെയാണ് ഇറങ്ങിയത്. കാരണം പെരിക്ക് എത്തൂലേ, വേറെ എവിടേക്കേ പള്ളിക്കാട്ടിക്ക് എത്തുള്ളൂ. അമ്മ തിരക്ക്. എങ്ങനെ എല്ലാവരും പഠിത്തറി തിരക്കുടിച്ച് പോകണമെന്നാവോ? ഞാൻ എന്തായാലും ഞാൻ അടുത്ത ബസ്സിന് കാത്ത് കഴിച്ചു. കയ്യാറ്റപ്പോഴാണ് അറിഞ്ഞത് ബസ്സിൽ മുഴുവൻ തിരക്കണമെന്ന്. പിന്നെ കയറാതെ വെക്കാനും പറ്റൂല. അങ്ങനെ കയറിക്കാണ്ട് അടുത്ത സ്റ്റോപ്പിൽ തന്നെയാണ് ഇറങ്ങിയത് ഗൈസ്. അങ്ങനെ നമ്മൾ പെരിയിലെത്താനായി എത്തി. നമ്മൾ 1:15 അവിടെ നിന്ന് ഇറങ്ങിയതായിട്ടാണ്. 2:15 1 മണിക്കൂറോളം നിന്ന്. അതിൻ്റെ ഇടയിൽ 3 ബസ് പോയി. 3-ൽ ഫുൾ ആൾക്കാർ. അതിലൊരു ബസ് കയറിക്കാണ്ട് ഞാൻ പെട്ടത്. ബസ് കയറിക്കാണ്ട് മറ്റേ ട്രെയിനിൽ വാതിൽക്കൽ നിന്ന് പോലോ, അതേപോലെ ബസ്സിൽ പോകണ്ടേ. ഈ ബസ് പറഞ്ഞാൽ ഏത് പോസ്റ്റ് മേടിച്ചാൽ ഞാനും ലാപ്ടോപ്പ് കൂടി തൂറ്റും. അമ്മാതിരി തിരക്ക്. അത്രക്കും അതിൻ്റെ സൈഡിലാണ്, ഡോറിൻ്റെ സൈഡിൽ. എന്നിട്ട് ഞാൻ ഇന്ന് ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് തന്നെ ഇറങ്ങി. ഇങ്ങോട്ട് അതിനുള്ളിൽ എത്ര ആൾക്കാരെ കയറി അറിയോ? ഞാൻ ഇറങ്ങിയ ശേഷം കുട്ടികൾ എന്താ പറയുക, ഇത് സാധനം തെറിച്ചാണ് പോയി. പാമ്പല്ല, തെറിച്ചായ എന്തോ. അയ്യോ, നമ്മളെ അനാഥരാണ്, ഗുണ്ടകളല്ല, അനാഥരാണ്. എന്താ എന്താനെ ഗൈസ്, ഇപ്പോൾ 4:50 ക്ലിനിക്ക് പോയ ടൈമായി. ഞാൻ ചോറ് കഴിച്ചിട്ട് പിന്നെ നേരെ കുറച്ച് നേരം കിടന്നു തുടങ്ങി ഗൈസ്. വയ്യ, ഭയങ്കര എന്താ പറയുക, ജലദോഷം, പനി, തൊണ്ടുവേദന എല്ലാം ഒക്കെപ്പാടെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ മൂടില്ല. പിന്നെ 75 ഹാർഡായതുകൊണ്ട് എന്തെങ്കിലും കാണിക്കണമല്ലോ, ദിവസം വീഡിയോ ഉണ്ടായില്ലോ. അതുകൊണ്ടാണ് ഇന്നത്തെ ഇതൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഒക്കെ ഇനിയിപ്പോൾ ക്ലിനിക്ക് പോയിട്ട് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കേൾക്കണം, അങ്ങനത്തെ സംഭവങ്ങൾ കേൾക്കണം. എന്തായാലും കംപ്ലീറ്റ് ആക്കണം. യെസ്, ഞാൻ പോയിട്ട് വരാം ഗൈസ്. ഗൈസ്, നമ്മൾ ക്ലിനിക്കിലാണ്. ഒരു മുട്ട പുഴുങ്ങിയത് എന്നാണ്. ഇന്ന് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ടൈം 7:30. ഞാനാണെങ്കിൽ മറ്റേ ഇംഗ്ലീഷിൻ്റെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് കാണാമെന്ന് വെച്ച്. എന്തായാലും കണ്ടിട്ട് വരാം ഗൈസ്. നമ്മളെ ക്ലിനിക്ക് കഴിഞ്ഞു, നമ്മൾ ഇറങ്ങണം ഗൈസ്. ഇന്ന് വിഭവസമൃദ്ധമായ ആഹാരമാണ്. ചോറ്, എന്തോ മുരിങ്ങയിലും പരിപ്പിൻ്റെ കറി, കാബേജ്, മീൻ, ഉള്ളിസമ്മന്തി, മുട്ട, കടല. കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഇന്നത്തെ 3 ദിവസം ഇങ്ങനെ കഴിഞ്ഞു. ചലഞ്ചുകളൊക്കെ കഴിഞ്ഞു. ഇതുവരെ ബുക്കൊക്കെ വായിച്ചു. ബുക്ക് നേരെ ഇപ്പോൾ വായിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒന്നും നോക്കി. അങ്ങനെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. എടുത്താൽ തന്നെ എടുക്കാൻ തന്നെ താല്പര്യമില്ലാണ്. പിന്നെ 75 ഹാർഡ് ഇങ്ങനെ ഡേ ഇങ്ങനെ പോവല്ലേ. അപ്പോൾ പിന്നെ അതിനിടയിൽ സ്റ്റോപ്പ് ആവണ്ടല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നാളെ കാണാം. ബൈ.